ആണ്. അപ്പം നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. അപ്പം മീനിന് ഗന്ധം ഉണ്ടാവുന്ന കാര്യം, മീനിന് നല്ല എല്ലാവരും പറയും മീനിന് മണം എന്നല്ല പറയാം, മീനിന് നാറ്റം എന്നാ പറയാം. അപ്പം മീനിന് നാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് പറഞ്ഞുതരാം. മീനിൽ പുതിയ മീനിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗന്ധമൊന്നും ഉണ്ടാവില്ല. മീനിൽ തന്നെ TMA, അതായത് ട്രൈമെത്തലാമിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം, അതൊരു അമിനോ ആണ്, അതായത് ഒരു ക്ഷാരം, ഒരു ബേസാണത്, അത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഐസിൽ വെച്ചാലൊന്നും വലിയ കുഴപ്പമില്ല. അതായത് പുതിയ മീനിനെ പോലെ തന്നെ സ്മെല്ലില്ലാണ്ടിരിക്കും. പക്ഷേ ഇത് മീൻ പഴുതാകുമ്പോൾ ഈ സാധനം ഒരു അമിനോ ആയിട്ട് ഒരു അമോണിയ മോഡലായിട്ട് മാറും. മീഥൈൽ ആ ഒരു സാധനമായിട്ട് മാറും. അതായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് പണിയാണ്. ഇത് നല്ല സ്മെല്ലുണ്ടാക്കും. അതുപോലെ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ കറി ചൊയയാവും, ചുവട്ടിയ എന്ന് പറയില്ല, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ മീനിൽ കുടംപുളി ഇടുന്നത് അല്ലെങ്കിൽ പുളിയിട്ട് വെച്ചാൽ മീൻ രസം ഉണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഈ പുളിയിട്ട് വെച്ച മീൻ രസം ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു ഇതൊക്കെ ഈ പഴയ മീൻ വിൽക്കുന്ന ടീംസ് ആകും. പുളിയിട്ട് വെച്ചാൽ മതി, ഉടഞ്ഞ മീനായാലും പുളിയിട്ട് വെച്ചാൽ ഉഷാറാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. ആസിഡായിട്ടുള്ള, അതായത് പുളി, കുടംപുളി, നാരങ്ങ, ഈ സാധനമൊക്കെ ഉപയോഗിച്ച്, വിനഗിരി, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബേസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മീൻ മുറിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉപയോഗിച്ച് കൈ കഴുകണതും ഇതിനാണെന്ന് പറയുന്നത്. അപ്പോൾ കാര്യം ഇതാണ്, അതായത് പഴയ മീനാണ് നല്ല ഗന്ധം ഉണ്ടാകുന്നത്, നല്ല നാറ്റം ഉണ്ടാകുന്നത് പഴയ മീനിനാണ്. അപ്പോൾ മീൻ നിങ്ങൾ വാങ്ങിയിട്ട് നാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഗന്ധമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട. അത് മീൻ കടക്കാർ പല ന്യായീകരണങ്ങളും നിങ്ങളോട് പറയും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. മീൻ മണമുണ്ടോ, പഴയതാണ്, ഒരു നെല്ലക്കും നിങ്ങൾ അംഗീകരിക്കണ്ട. പലതും പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, അവരവരുടെ ഭാഗമൊക്കെ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. അതുപോലെ സ്രാവൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നല്ല സ്രാവാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാകും. ഒരു ചോക്ലേറ്റിൻ്റെ പോലെ ഒരു മത്ത് പിടിപ്പിക്കണതാണ്. അല്ലാത്തത് നിങ്ങൾ കണ്ട് വരെ കൊണ്ട് കവറണ്ട് കെട്ടയച്ച് നോക്കിയാൽ നാറും, നല്ല മൂക്കൽ കുത്തുന്ന നാറ്റുണ്ടാവും. നാറ്റുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കൊണ്ടുപോവുക, ഒരൊറ്റയേറ് കടയ്ക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കാനും നിൽക്കണ്ട. കാരണം നല്ല മീൻ തന്നെ നല്ല മീൻ തന്നെ വലിയ വിലക്ക് വിൽക്കണ പോലെ കേടായ മീനാണ് നിങ്ങൾക്ക് ആ വിലക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ പോലെ സഹിക്കണത്?